സച്ചു എങ്ങോട്ടാ പോണേ? അർജന്റീന ജേഴ്സി വാങ്ങിക്കാൻ. അപ്പൊ ജേഴ്സി വാങ്ങിക്കാൻ 7 മണിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 12:30 ഞങ്ങൾ കളി കാണണം. ഫ്രഷ് അത് നല്ല ക്വാളിറ്റി സാധനം ഇട്ട് വീട്ടില് എന്താ പറയാ സാധനത്തിന്റെ പേര് പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കളി കാണാൻ പോവാണ്. അപ്പൊ അതിന്റെ ഇതാണ്. ഇപ്പം 7 മണിയായി. വേഗം പോയി എടുത്തിട്ട് വരണം, സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. 12:30 കളി. ഞങ്ങൾ എത്തി. ഇനിയാണ് സാധനം ജേഴ്സി എടുക്കേണ്ടത്. ഹലോ ചോട്ടാ, ജേഴ്സി വാങ്ങിക്കണം. മാമൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ അവിടെ പോയി ജേഴ്സി എടുക്കണം. സംഭവം സ്ഥലത്ത് ഇനി ഇവിടെ നിന്ന് ഡ്രസ്സ് വെക്കാം. ഈ ജേഴ്സി കിട്ടി. നല്ല അടിപൊളി എംബ്രോയിഡറി ഉള്ള ജേഴ്സി. ഇതുപോലത്തെ സാധനങ്ങൾ വേണമെങ്കിൽ താഴെ കമന്റ് ഇട്ടോ, ഞാൻ ഫോൺ നമ്പർ തരാം, അവിടെ വിളിച്ചു ചോദിച്ചാൽ മതി. മാമന്റെ വരെയാണ് സംഭവം കിട്ടും. ഓക്കെ, നല്ല അടിപൊളി ജേഴ്സി. ജേഴ്സി ആയിട്ടും ഒരുത്തുന്നുണ്ട്. അപ്പൊ ജേഴ്സി കിട്ടി. ഇനി നമുക്ക് പോവാം. പോയിട്ട് സെറ്റ് ചെയ്യണം. എന്ത് അല്ല ഞാൻ എന്താ പറഞ്ഞ വെച്ചാൽ നമുക്ക് പോയിട്ട് സെറ്റ് ചെയ്യണ്ടേ. നമുക്ക് സെറ്റ് ചെയ്യണം. 10 മണിക്ക് നമുക്ക് പോയിട്ടാണ്. ഈ ചായ മാറ്റിയിട്ട് വേണം പോവാൻ. സമയം 9:52 വീട്ടിൽ. ഞങ്ങൾ ജേഴ്സിയൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ഫുഡും കഴിച്ച് പോകാമല്ലോന്ന് നമ്മുടെ ബിരിയാണി ഹൗസിൽ കയറിയിട്ട് നോക്കുന്നുണ്ട് ടയർ പഞ്ചർ. ഇപ്പം അതാണ്ട് സ്റ്റെപ്പിനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, കൂടെ ഞാനും ഉണ്ട്. സംഭവമൊക്കെ ഇത് വന്നു കേട്ടാ. ഇവിടെ വരുമ്പം ഈ ബിരിയാണി കടയിൽ നോക്കുക, എന്തായാലും വന്ന് കഴിക്കാം. കാര്യം എന്താണെന്നറിയോ, ഇവിടുത്തെ ചേട്ടന്മാർ നമ്മൾ ഇത് എന്താ പറയുക സാധനത്തിൻ്റെ പേരെന്തായിരുന്നു, സ്റ്റെപ്പിനി മാറ്റാനായിട്ട് ട്രൈ ചെയ്തപ്പോൾ ഇവിടുത്തെ എല്ലാവരും വന്ന് നിന്ന് ചെയ്തു തന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. അർജന്റീന ജേഴ്സി അത് അങ്ങനെയൊന്നും തള്ളാൻ പാടില്ല. വീഡിയോ അർജന്റീനയ്ക്ക് മുമ്പ് ഓക്കെ, ബട്ട് ലൈക്ക് സി എന്താ പറയാ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ അവർക്ക് പണിയെല്ലാം ഉണ്ടെങ്കിലും അവർ വന്നു നമുക്ക് എല്ലാം ചെയ്തു തന്നിട്ടാ പോയെ. അപ്പോൾ അതുകൊണ്ട് വേഗം ഇറങ്ങാൻ പറ്റിയത് മാത്രമല്ല, ഇല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഞങ്ങൾ ആക്കിയേനെ ഇവിടെ അല്ലേ വെച്ചിട്ടാ. ഇനിയിപ്പം വീട്ടിൽ പോവാം, ബാലൻസ് പരിപാടി അവിടെ പോയി നോക്കാം. ഇനി പോകുന്ന വഴിക്ക് നമ്മള് എവിടെ നിന്നാണ് വെച്ചിട്ടാ കണ്ടത്, LED ബോൾ മറ്റേ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ തത്തമ്മങ്കരത്ത്. അത് LED ബോളല്ല, ഇവിടെ ഒരു LED ബോൾ ഉണ്ട്. എവിടെ ചെറുതാണെങ്കിലും പിള്ളേർ നല്ല എഫേർട്ടൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ തത്തമംഗലം ബസ് സ്റ്റാൻഡിന്റെ അവിടെ, ബസ് സ്റ്റാൻഡിന്റെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഫുട്ബോൾ ഫീൽഡ്. Solid start, and you get a chance to just work your way into this football match, gain some confidence. ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി നമ്മൾ കഷ്ടപ്പെട്ട് ജേഴ്സിയൊക്കെ വാങ്ങിക്കാൻ പോയി. എല്ലാം ഉണ്ട്. ഫസ്റ്റ് ടൈം ഒരു കളി കാണാൻ വേണ്ടിയിട്ട്, ഒരു ഫുട്ബോൾ കളി കാണാൻ വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഞാൻ പോയി ജേഴ്സിയൊക്കെ വാങ്ങിച്ച ആദ്യമായിട്ടാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സപ്പോർട്ട് ചെയ്ത ടീം തോറ്റു. ഇത്ര ദിവസം ഞാൻ കണ്ട കളി, ഐ മീൻ ഈ വേൾഡ് കപ്പിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ അർജന്റീനയുടെ കളി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ കളിയും നമ്മൾ ഫാൻസ് എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ ആ കളികളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ആ ഒരു കളിയിൽ ഉണ്ടായിരുന്ന ഒരു ഊർജ്ജം അർജന്റീനയ്ക്ക് ഈ കളിയിൽ ഇല്ലായിരുന്നു. ഇൻ ദ സെൻസ് ലൈക്ക് സ്പെയിന് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് ഔട്ട് പ്ലേ ചെയ്തു അർജന്റീനനെ. സത്യം സമ്മതിക്കണം, ഒരു അർജന്റീനൻ ഫാനായിട്ട് നമ്മൾ തെറ്റാണെന്നുള്ളത് സമ്മതിക്കുകയും വേണം. ഈ ഫൈനൽ കളി നമ്മുടെ ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ഒരു സ്ഥലത്തും നമ്മൾ അവർക്ക് ഒരു എന്താ പറയുക, നമ്മൾ ജയിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സ്കോർ ചെയ്യും എന്നുള്ളത് അവർക്കൊരു ത്രെട്ടായിട്ട് നമ്മൾ ഒരിക്കലും മാറിയിട്ടുണ്ടായിരുന്നു. അവർ വളരെ ഈസി ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. എക്സെപ്റ്റ് ലാസ്റ്റ് ഒരു 2 ചാൻസസ് മെസ്സി ക്രിയേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് ലോസ് ചെയ്തു. ബട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അല്ലാണ്ട് ഇപ്പം റെഡ് കാർഡ്, എന്താ പറയുക, റെഫറിയുടെ കൊടുത്തത് റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഫൗള് കൊടുത്തില്ല, അതൊന്നും അൺനെസസറി ടോക്സാണ്. ബിക്കോസ് സി എൻഡ് ഓഫ് ദി ഡേ റെഫറിയുടെ ഇല്ലെങ്കിൽ അമ്പയറുടെ ഒരു ഡെസിഷനാണ് ഫൈനൽ ഡെസിഷൻ. അത് നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ആൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ബിക്കോസ് ലൈക്ക് നമ്മളെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ അവിടെ പോവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അർജന്റീൻ ഫാനായിട്ട് ഫൗള് അത് ഇത് നത്തിങ് ലൈക്ക് ദാറ്റ് അങ്ങനെ ഒന്നും പറയാൻ ഞാനില്ല. ഇറ്റ് വാസ് സ്പെയിൻ അടിപൊളിയായിട്ട് കളിച്ചു, നന്നായിട്ട് കളിച്ചു. അവർക്കുള്ള കപ്പായിരുന്നു, അവരത് എടുത്തു, ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അർജന്റീന കപ്പായിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ളൊരു തോട്ടം ഉറപ്പായിട്ടുണ്ട്. ആൻഡ് ദെൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർട്ടിനസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഡിഫൻസ് അത്രയും ബോൾ അവർ കയറി ഗോൾ പോസ്റ്റിലോട്ട് ഷോട്ട് ഇത് ചെയ്തിട്ടും അത് അത്രയും ഗോൾ ആൾ തടുത്തിട്ടു.
ഇല്ലെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര മോശമായിട്ട് തൊട്ടാണ്. ഏറ്റവും സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ഓഫ് ദി ഡേ ആ ഒരു സ്റ്റാറ്റ് നോക്കുമ്പോൾ ഒരു ഷോട്ട് പോലും നമ്മൾ ഗോൾ പോസ്റ്റിലോട്ട് അടിച്ചില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. ബട്ട് സ്റ്റിൽ റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓൾ ഡേയ്സ് ആർ നോട്ട് അവർ ഡേ. എല്ലാ ദിവസവും എല്ലായ്പ്പോഴും നമ്മൾ നന്നായിട്ട് കളിക്കണതില്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബാഡ് ഗെയിം, അല്ലെങ്കിൽ അർജൻറ്റീന ഏറ്റവും ബാഡസ്റ്റ് ഗെയിം വന്നത് ഫൈനലിലായിരുന്നു. ആൻഡ് ദെൻ സ്പെയിൻ്റെ ബെസ്റ്റ് എവർ ഗെയിമായിരുന്നു അവർ കളിച്ചത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. മിഡ്ഫീൽഡ്, ഡിഫൻസ് എല്ലാം. പിന്നെ ഗോൾ കീപ്പറിനെ പറയാനില്ല, പോസ്റ്റിലോട്ട് അടിച്ചാലേ ഗോൾ കീപ്പറിന് എന്തെങ്കിലും പണിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് അത് കാര്യമില്ല. ബട്ട് സ്റ്റിൽ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇപ്പം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അത്രയ്ക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു കളിയാകുമ്പം നന്നായിട്ട് കളിക്കുന്നവൻ ജയിക്കും, കളിക്കാത്തവൻ തോൽക്കും. പിന്നെ ചില കമൻസ് ഒക്കെ ഉണ്ട് റിഗ്ഡ് ആന ചേനാന്ന്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കമൻസ് പറയുന്നില്ല. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ വ്യൂ പോയിൻ്റ് ആയിരിക്കും. അത് നമ്മളിപ്പം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾക്കൊന്ന് തോന്നുകയാണെങ്കിൽ ആളുടെ ഫ്രീഡം, എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബീയിങ് ആൻ അർജൻറ്റീനൻ ഫാൻ, ഐ എം ഹാപ്പി ദാറ്റ് ഫൈനൽ വരെ വന്നു എന്നുള്ളത്.